ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ നോൻപുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്കട്ടെ. എൻ്റെ കയ്യിലുള്ളത് വെറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കിലോ ക്യാരറ്റും 3/4 കിലോ ബീട്രൂട്ടും 20 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകി കട്ട് ചെയ്തെടുത്താട്ടാ. ബീട്രൂട്ടിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല. നമ്മൾ കമ്പില്ലേ പാത്രം കഴുകണം, അതായിട്ട് നല്ലോണം അരിച്ചെടുത്തതാണ്. നമ്മൾ ജ്യൂസ് അരിച്ചെടുക്കുമല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പോവുകയും ചെയ്യും. പിന്നെ അതുമാത്രമല്ല, നല്ല വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോലൊന്ന് പറയാൻ ഒന്നും ഉണ്ടാവില്ല, അത്രക്കും ഇതാവും ചെയ്യും. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഒരു കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇത് നല്ലവണ്ണം വെന്ത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ബീട്രൂട്ട് തോലൊക്കെ ഓടിക്കാൻ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, തോലൊക്കെ സപ്പോർട്ടിൻ്റെ തോലിനെക്കാട്ടിയും കട്ടി കുറഞ്ഞ തോലാണ്, പക്ഷേ ഇതിമേലും നല്ല കാമ്പാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുക. അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് എത്രയാണ് അളവ്, ഞാൻ ആദ്യം കംപ്ലീറ്റ് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം. നല്ല നൈസായിട്ട് അരിയും വേണം. പിന്നെ ഞങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബദാം ഒക്കെ ഇതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏലക്കായൻ്റെ തോല് മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചിലാച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ എന്നുവെച്ചാൽ ഏലക്കായൻ്റെ ജസ്റ്റുള്ള ആരുണ്ടാവും ജ്യൂസിൽ എന്നുള്ളൂ, അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിന് അരപ്പാത്രമാണ് ജ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 3/4 പാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിന് 1 പാത്രം പഞ്ചസാര തന്നെ ഇട്ട് കൊടുത്താൽ മതി. ബീട്രൂട്ട് ആണെങ്കിൽ ഒരു പാത്രത്തിന് 3 പാത്രം വരെ ജ്യൂസിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. കാരണം വെച്ചാൽ ബീട്രൂട്ടിൻ്റെ കുത്താണല്ലോ, അപ്പോൾ അത്രക്കും തിക്കിൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒരേപോലെ ഇട്ടതുകൊണ്ടാണ് ഞാനിതിലേക്ക് 3/4 പാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇനി ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമേ ചേർക്കുള്ളൂ, അല്ലെങ്കിൽ പാല് ചേർക്കും. അപ്പോഴൊന്നും നമ്മൾ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ഉപ്പാണ് ഇതിലാകെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ പണി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. നോർമൽ ചിലപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒറ്റക്കും ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒറ്റക്കും ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രണ്ടും കൂടി മിക്സ് ചെയ്ത് കാണ്ട് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഇതേപോലെ പിന്നെ ജ്യൂസുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നോൻപ് ഇറക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന്, ചില സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജ്യൂസ് അപ്പം പിടിച്ച് കലക്കാണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ്റ് എന്തെങ്കിലും ആണിച്ച് പെട്ടെന്ന് ജ്യൂസ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്ഥിരം വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും. വീട്ടിൽ വിരുന്നേരം ആരെയും വരികയാണെങ്കിൽ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ജ്യൂസാണ് കൊടുക്കുക. ഇപ്പോൾ വരുന്നവർ അധികം നമ്മൾ നല്ല പരിചയമുള്ളവർ നമ്മളോട് പിന്നെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ അധികം എല്ലാവരും ചോദിക്കൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാകുന്നതാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക്. പിന്നെ എന്നോട് അറിയണവർ പറയും ചെയ്യുക അത് വേണ്ടായിട്ടാണ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ അധിക സമയത്ത് അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കി കൊടുക്കുക. ബീട്രൂട്ട് ജ്യൂസ് ദുർലഭം സമയത്ത് മാത്രമേ ഉണ്ടാക്കി വെക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ പിന്നെ 1.5 പാത്രം പഞ്ചസാര എന്നുള്ള അളവിലാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ മധുരമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ അരപ്പാത്രം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിന് 2 പാത്രം പഞ്ചസാര എന്നുള്ള അളവിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റ് നേരമായി ഇങ്ങനെ കുറഞ്ഞ തീയിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം. ഈ സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അധികം തീ കത്തിച്ച് കണ്ട് തിളച്ച് കളയരുത്. കണ്ടോ, ഇത് ഇങ്ങനെ തിളച്ചാൽ മതി. പിന്നെ അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇനി നമ്മൾ ചൂടറിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ ഇത്രയും വറ്റി കഴിഞ്ഞാൽ നല്ലോണം വറ്റിയിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ കുപ്പിയിൽ നിന്ന് കിട്ടാനും പ്രയാസമല്ലേ കാരം. അപ്പോൾ ഇത്ര ഇതാക്കിയാൽ മതി. വെള്ളം നമ്മൾ ലൂസാക്കിയിട്ട് അരക്കണ ആദ്യം നമ്മൾ തിക്കാക്കിയിട്ട് തന്നെ അരക്കുക. പിന്നെ നമ്മൾ ആ ചണ്ടിയൊക്കെ കൂടി മിക്സാക്കി അരക്കണ സമയത്ത് തന്നെ ഒന്ന് ലൂസാവും. പിന്നെ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ലൂസാവും. അപ്പോൾ അങ്ങനെയാണ് ഇത്. ഇപ്പം ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ജ്യൂസ് നല്ലവണ്ണം തണുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം ഞാൻ ഇങ്ങനത്തെ ഐസ്ക്രീമിൻ്റെ ബക്കറ്റില്ലേ അതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. എല്ലാവരും ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇങ്ങനത്തെ ജ്യൂസുകളൊക്കെ. അപ്പോൾ എനിക്കിത് നല്ല ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ നമുക്ക് വിരുന്നേര് വരുമ്പോഴാണെങ്കിലും നല്ല സുഖമാണ്, അല്ലെങ്കിലും നമുക്ക് നോമ്പിനായാലും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇന്ന് ബീട്രൂട്ട് വേറെയും ക്യാരറ്റ് വേറെയും അങ്ങനെ ജ്യൂസാക്കി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസിൻ്റെ പോലാവും ചെയ്യും. ഈ കർമ്മത്തി കൊണ്ടൊക്കെ ഉള്ള ജ്യൂസ് ഉണ്ടല്ലോ അതൊക്കെ റെഡിയാക്കി വെക്കട്ടാ. അത് കർമ്മത്തിൻ്റെ ജ്യൂസൊക്കെ പിന്നെ 2 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ഈ പിന്നെ പാത്രത്തിലെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അത് നല്ലോണം ഉണ്ട് വടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാൽപ്പൊടിൻ്റെ വെള്ളാട്ടം ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെ അടുത്ത് പാലുണ്ടെങ്കിൽ പാലെടുത്തോണ്ട് നല്ലോണം ഉണ്ട് ആറ്റി കൊടുക്കുക. ഞാൻ ഈ വലിയ പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ. ഈ പാലും പാൽപ്പൊടിയൊന്നും പറ്റാത്തവർക്ക് പച്ചവെള്ളത്തിലാക്കിയാലും കുഴപ്പമില്ല. ഇതേപോലത്തെ ജ്യൂസ് നിങ്ങളെല്ലാവരും കണ്ട് ഉണ്ടാക്കിയാണ്ട് കുടിച്ച് നോക്കണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.